ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും JD വ്ളോഗ്സ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ബ്ലോവറാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് നമ്മുടെ വീഡിയോയിൽ കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ബ്ലോവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു കാർഡ്ബോർഡിൻ്റെ പീസാണ്. എന്നിട്ട് അതിലേക്ക് നമുക്കൊരു ഇതുപോലത്തെ ഒരു സീഡ് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് മാർക്ക് ചെയ്യാം. ആ സീഡിയുടെ പുറം ഭാഗം നമുക്ക് നേരം പോലെ മാർക്ക് ചെയ്തെടുക്കണം. ഇതുപോലൊരു മാർക്കുണ്ട്. അടുത്തായിട്ട് നമുക്കൊരു ബ്ലോവറിൻ്റെ ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്കെയിൽ എടുത്തിട്ട് ഇതുപോലെ ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി ബ്ലോവറിൻ്റെ ഒക്കെ ഷേപ്പ് മാതിരി നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഓക്കെ, നമുക്കിനി ഒരു കോമ്പസ് എടുത്തിട്ട് അതിൽ ഈ സീഡിയുടെ വട്ടത്തിനെക്കാട്ടിക്കും കുറച്ച് കൂടുതൽ നമ്മൾ റേഡിയസ് എടുത്തിട്ട് നമുക്ക് ഒന്നതിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. കറക്റ്റായിട്ട് തന്നെ നമ്മളിത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് പേന കൊണ്ട് ഇതുപോലെ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ബ്ലോവറിൻ്റെ കറക്റ്റ് ഒരു ഷേപ്പ് ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തിരിക്കുന്നത്. നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഇവിടെ ലെങ്ത്ത് കൂട്ടാം. ഇപ്പം ഞാൻ എക്സ്ട്രാ ഇവിടുന്ന് കുറച്ചും കൂടി നീളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലോവറിൻ്റെ ഔട്ട്ലൈൻ. ഇത് നമുക്ക് ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ബ്ലേഡ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ നമ്മൾ ഇത് ഏകദേശം ഈ ഒരു ഷേപ്പിൽ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന് നടുക്കായിട്ടൊരു ചെറിയൊരു ഹോൾ ഇടണം. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ വെക്കുന്നത് ഇതുപോലത്തെ ഒരു മോട്ടറാണ്. അപ്പോൾ അതിൻ്റെ ഈ തലപ്പ് കൊള്ളാൻ തരത്തിൽ നമുക്ക് അവിടെ ഒരു ചെറിയൊരു ഹോൾ ഇട്ടെടുക്കണം. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഹോൾ ഇട്ടെടുക്കാം. അതുപോലത്തെ ഒരു ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മോട്ടർ നമുക്ക് ഇതിലൂടെ നമുക്കൊന്ന് കടത്തി വയ്ക്കാം. അപ്പോൾ ഇത് കറക്റ്റാണ്. നമുക്ക് ഇവിടെ ഒരു ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നല്ല സ്ട്രോങ് ഉള്ള പശ വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മൾ നല്ല ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഗ്ലൂ ഗൺ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒട്ടും. നമുക്കിതിനൊരു ലീഫ് ഉണ്ടാക്കണം. അപ്പോൾ അത് ഉണ്ടാക്കാം. ലീഫ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു സീഡിയാണ് എടുക്കുന്നത്. പിന്നെ ഇതുപോലത്തെ 2 PVC പൈപ്പിൻ്റെ കഷ്ണങ്ങൾ എടുക്കണം. ഈ PVC പൈപ്പിൻ്റെ നടു നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. ഇപ്പോൾ ആ PVC പൈപ്പ് അതുപോലത്തെ 4 പീസാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സീഡിയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ PVC പൈപ്പ് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിനു മുന്നേ നമുക്ക് ഈ സീഡി ഇതിപ്പോൾ നല്ല പോളിഷായ മാതിരിയാണ്. അത് നമുക്കൊന്ന് ഈ സാൻഡ് പേപ്പർ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് സ്ക്രാച്ച് ആക്കിയിട്ട് എടുക്കണം. ഇപ്പോൾ ഇതുമ്പോൾ നല്ല സ്ക്രാച്ച് മാതിരി നല്ല ആക്കിയിട്ടെടുത്തിട്ടുണ്ട്. ഇത് എന്തിനങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ PVC പൈപ്പ് ഇതിൽ ഒട്ടിക്കുന്ന സമയത്ത് കുറച്ചും കൂടി ബലത്തിൽ ഒട്ടിരിക്കാനാണ്. അപ്പം ഈ സീഡിയിൽ നമുക്ക് ഈ PVC പൈപ്പ് ഫുള്ള് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഒട്ടിക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാതും ഒരേ സൈഡിലേക്ക് വേണം നമ്മൾ ഇങ്ങനെ തിരിച്ചു വയ്ക്കാൻ. അപ്പോൾ നല്ല ബലമുള്ള പശ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഗ്ലൂ ഗൺ അല്ലെങ്കിൽ ഇതുപോലെ പ്ലസ് ക്യൂക്ക് എന്തെങ്കിലും വെച്ച് ഒട്ടിച്ചെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ഈ സീഡി നമ്മുടെ ഈ മോട്ടറിൻ്റെ ഷാഫ്റ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു അടപ്പെടുത്തിട്ട് അതിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കൃത്യം സെൻറ്ററിലായിട്ട് നമ്മൾക്കൊരു ഹോൾ ഇട്ടെടുക്കണം. ഇപ്പോൾ ഈ കുപ്പിയുടെ അടപ്പിൽ നമ്മളൊരു ചെറിയൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഇത് ഈ മോട്ടറിൻ്റെ ഷാഫ്റ്റിൽ കറക്റ്റായിട്ട് കയറാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ഈ കുപ്പിയുടെ അടപ്പിലേക്ക് ഇതുപോലെ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. നമുക്കിത് ഒട്ടിച്ചെടുത്തിട്ട് കാണാം. ഇപ്പോൾ ഈ മോട്ടറിൻ്റെ ഷാഫ്റ്റിലേക്ക് ഇത് നേരം പോലെ നല്ലതായിട്ട് ടൈറ്റായിട്ട് നമ്മൾ ഇതിൽ വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് കൂടി നമുക്ക് വെട്ടിയെടുക്കണം. അതിനായിട്ട് നമ്മൾ നേരത്തെ ഈ വെട്ടിയെടുത്ത ഇതേമാതിരി നമ്മളിത് വെച്ചിട്ട് ഒരു പേന വെച്ചിട്ട് നമുക്കിതിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതും ഒന്ന് വെട്ടിയെടുക്കാം. നമ്മൾ ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് കൂടി നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിതിങ്ങനെ വെക്കണം. അതിനായിട്ട് ഈ സൈഡിൽ വെക്കാൻ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് കൂടി വേണം. അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ 2 കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാർഡ്ബോർഡ് നമുക്ക് ഇതിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഈ കാർഡ്ബോർഡൊക്കെ നമുക്കൊന്ന് ഇവിടെ ഗ്ലൂ ഗൺ വെച്ചിട്ടൊന്ന് ഒട്ടിക്കാം.
ഇപ്പോൾ അത് ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈഡിലൊക്കെ. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലത്തെ പീസ് നമുക്ക് വെക്കാം. ഈ കാർഡ്ബോർഡിൻ്റെ പീസ് ഇതിൽ ഒട്ടിക്കുന്നതിന് മുന്നേ നമുക്ക് ഇതിലൊരു ചെറിയൊരു ഹോൾ ഇട്ടെടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഹോൾ ഇട്ടെടുക്കണം. ഇപ്പോൾ ഇതേ നമ്മളൊരു ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട് ഈ കാർഡ്ബോർഡിൽ. നമുക്കിത് ഇതിലൊന്ന് വെച്ച് നമുക്കൊന്ന് ഗ്ലൂ ചെയ്ത് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിത് നല്ല ഗ്ലൂ ഗൺ വെച്ച് നന്നായി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വയറിങ്ങിലേക്ക് കിടക്കാം. ഈ ബ്ലോവറിൻ്റെ ഈ മോട്ടർ ഒരു 9 വോൾട്ടിൻ്റെ മോട്ടറാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 9 വോൾട്ടിൻ്റെ ഒരു ചാർജിങ്ങിൻ്റെ ഒരു സംഭവമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അറ്റം ഭാഗം നമ്മൾ സ്ട്രാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ വെള്ള വയറാണ്. ഇത് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യുക ഡയറക്റ്റായിട്ട്. മറ്റേ വയർ നമ്മൾ ഒരു സ്വിച്ച് വഴി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ വയർ ചെയ്യണതിൻ്റെ മുന്നേ നമ്മൾ ഇതുപോലെ ഒരു കേസ് ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ ഇതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മോട്ടർ. അപ്പോൾ ആദ്യം നമുക്ക് ഈ വയർ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്കൊന്ന് എടുക്കണം. എന്നിട്ട് നമുക്ക് ഈ വെള്ള വയറാണ് പോസിറ്റീവ്, ഇത് നെഗറ്റീവും. എന്നിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് കണക്ട് ചെയ്യണം. നെഗറ്റീവാണ് നമ്മൾ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യുന്നത്. പോസിറ്റീവിൽ നമ്മളൊരു സ്വിച്ചും കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നെഗറ്റീവ് ഈ ഇതിലേക്ക് നമുക്കൊന്ന് സോൾഡർ ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ ഈ നെഗറ്റീവ് വയർ ഇതിൽ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി പോസിറ്റീവ് വയർ ഇതിൽ വെക്കണം. അതിനു മുന്നേ നമുക്ക് സ്വിച്ച് പിടിപ്പിക്കണം. സ്വിച്ച് ഞാനിപ്പോൾ ഇതുപോലൊരു ഹാൻഡിൽ ഉണ്ടാക്കിയിട്ട് അതിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. സ്വിച്ചിൻ്റെ വയർ നമ്മളിതിൽ വെച്ചിട്ടുണ്ട്. ഹാൻഡിൽ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ബ്ലോവർ ഇതിൽ ഒന്ന് നേരം പോലെ പിടിച്ച് വെക്കാനാണ്. എന്നിട്ട് ഈ സ്വിച്ചിൻ്റെ ഒരു വയർ നമുക്ക് ഈ മോട്ടറിലേക്കും അടുത്ത വയർ നമുക്ക് ഈ പോസിറ്റീവിലേക്കും നമുക്ക് സോൾഡർ ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് സോൾഡർ ചെയ്ത് വെക്കുന്നത്. ഇപ്പോൾ ഈ സോൾഡറിങ് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ എന്താ ചെയ്തെടുക്കണമെന്ന് വെച്ചാൽ നമ്മുടെ അഡാപ്റ്ററിൽ നിന്ന് വരുന്ന കറണ്ട് ഒരെണ്ണം ഡയറക്റ്റായിട്ട് കൊടുക്കുകയും ഒരെണ്ണം സ്വിച്ച് വഴി കൊടുക്കുകയും മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഈ കേസ് ഒന്ന് അടച്ച് വെക്കണം. എന്നിട്ട് നമുക്കൊന്ന് ഗ്ലൂ ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മൾ ഈ കേസ് നമ്മൾ ഒന്ന് ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഹാൻഡിലും കൂടി നമുക്കൊന്ന് ഗ്ലൂ ഗൺ വെച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മുടെ ബ്ലോവർ നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കുകയാണ്. അതിന് മുന്നേ ഞാൻ ഇതിൽ ഒരു ഓറഞ്ച് കളർ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അറ്റം ഭാഗം ഒന്ന് കൂർപ്പിച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഇതിന്ന് വരുന്ന കാറ്റ് കുറച്ചും കൂടി ഫോഴ്സിൽ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിതൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. അതിന് ഈ 9 വോൾട്ടിൻ്റെ ചാർജർ നമുക്ക് നമ്മുടെ എക്സ്റ്റൻഷൻ ബോക്സിൽ നമുക്കൊന്ന് കുത്തി കൊടുക്കാം. എന്നിട്ട് ഓണാക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഇതിൻ്റെ ഉള്ളിലത്തെ സ്വിച്ച് നമുക്കൊന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ അത് കറങ്ങുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ കാറ്റ് എത്ര ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പേപ്പറിൻ്റെ പീസ് ഇതാക്കിയിട്ടുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് ഇത് അടിച്ചു നോക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല കാറ്റ് തന്നെ ഉണ്ട്. ഇത് വെച്ചിട്ട് നമ്മുടെ വീട്ടിലത്തെ കുറേ പൊടികളൊക്കെ നമുക്ക് കളയാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതിലും നല്ല വീഡിയോയുമായി പിന്നൊരിക്കൽ കാണാം.